ഹലോ. ആടാ ഞാൻ ഒന്ന് പുറത്തോട്ടിറങ്ങി. കുഴപ്പമൊന്നുമില്ല. നാളെ കണ്ടാൽ മതിയോ? എന്ന് കുറച്ച് തിരക്കായിരുന്നു. ഞാൻ നമ്മുടെ ബീച്ചിൻ്റെ അവിടെ നീ ഇങ്ങോട്ട്. എടാ, സത്യത്തിൽ നിനക്ക് എന്താ പറ്റി? ഞാൻ കുറേ ദിവസമായിട്ട് നോട്ട് ചെയ്യും. ഒരു ഭാഗത്ത് ഭയങ്കര എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഭയങ്കര ഒരു മൂകതയോ മ്ലാനതയോ. എന്താ എൻ്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പോടെ, എനിക്ക് വെറുതെ തോന്നുന്നു. നിന്നെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയൊന്നും അല്ലല്ലേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. എന്താ പ്രശ്നം? എടാ, ഞാൻ ടോട്ടലി ലോസ്റ്റ് ആയൊരു ഫീൽ. എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ജോലിയും എൻ്റെ പാഷനും ഫാമിലിയും മൊത്തത്തിലെന്തോ എല്ലാം കയ്യിൽ നിന്ന് ഒരു ഫീല്. ലൈഫിൽ ലോസ്റ്റ് അല്ലേ? കൊള്ളാം, നല്ല പ്രയോഗങ്ങളാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി, കൺഫ്യൂഷൻ, ഭയങ്കരമായ ചിന്തകൾ. ആരും കൂടെ ഇല്ലാത്ത. അപ്പം ഞാനൊക്കെ വെറും മണ്ടന്മാർ. നമ്മളൊക്കെ ഇവിടെ ഇല്ലടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാനും സംസാരിക്കാനൊക്കെ. എടാ, നിൻ്റെ കൂടെ കറങ്ങാൻ വരുന്നത്, ചില്ല് ചെയ്യാനായിട്ടൊക്കെ വരുന്നതേ എനിക്ക് വേറെ ആളില്ലാഞ്ഞിട്ടല്ല. നിൻ്റെ കൂടെ വരുന്നത് എനിക്കിഷ്ടമാണ്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ. ആരോടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ പേടിയാണ്. എല്ലാവർക്കും ജഡ്ജ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ ചില സമയത്തൊരു കാര്യം പറയാൻ പോകുമ്പോൾ എല്ലാവർക്കും ഉടനെ സൊല്യൂഷൻ പറയാനാണ് താല്പര്യം. ചില സമയം സൊല്യൂഷൻ അല്ല ആവശ്യം, കേട്ടിരുന്നാൽ മതി. ഒരു 5 മിനിറ്റ് കേട്ടിരുന്നാൽ മതി. എടാ, ഇതുപോലത്തെ ഇമോഷൻസിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. നീ മാത്രമൊന്നുമല്ല. അതാദ്യം ഒന്ന് മനസ്സിലാക്കൂ. എടാ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഓരോ ദിവസം കഴിയുന്നതോറും വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നിന്റെ റൂമിലെ സാദിഖിക്കയുടെ മെസ്സേജ് ആയിരുന്നു. അയാൾ കണ്ടു നീ നിന്റെ ഡയറിയിൽ എഴുതി വെച്ച അവസാനത്തെ കുറിപ്പ്. അപ്പം എങ്ങനെയാ, ഇന്ന് വൈകുന്നേരം ഹാർബറിനടുത്തുള്ള പാലത്തിൽ വെച്ചല്ലേ? ചാടാനായിരിക്കും. ഓൾ ദ ബെസ്റ്റാ ആൻഡ് താങ്ക് യു. നമ്മളൊന്നും ആരും അല്ല എന്ന് മനസ്സിലാക്കി തന്നതിന്. എനിക്കിട്ട് പറ്റില്ല. എനിക്ക് മതിയായി. എനിക്ക് മതിയായി. കരയണ്ടെന്ന് ഞാൻ പറയില്ല. ആവോളം കരഞ്ഞു. ആൺകുട്ടികൾ കരയരുതെന്ന് പഠിപ്പിച്ച സമൂഹം. കരഞ്ഞു. അങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോട്ടെ. ആഗ്രഹിച്ചൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണോ? അതോ ഇനി കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണോ? അതോ മറ്റെന്തെങ്കിലുമാണോ? എനിക്കറിയില്ല. എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലല്ലായിരുന്നു. പോയ കാര്യങ്ങളും ആളുകളും ഒക്കെ നഷ്ടങ്ങളാണ്. എത്തിപ്പെടാൻ പറ്റാതെ പോയ ലക്ഷ്യസ്ഥാനങ്ങളും നഷ്ടങ്ങളാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തല്ലേ എൻ്റെ കൂടെയുള്ള ആളുകൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ. മാപ്പ്. എന്നെ താങ്ങി എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ചങ്ങാതി ഉൾപ്പെടെ ഒരുപാട് പേരോട് മാപ്പ്. ഇതെൻ്റെ പുതിയ കുറിപ്പാണ്. പുതിയ ജീവിതത്തിൻ്റെ ആദ്യത്തെ കുറിപ്പ്.